जाना तुम्हारे प्यार ഗുഡ് മോർണിംഗ് മുതലാളി. എന്ത് വേണം? വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, സസ്പെൻഷൻ, വയലിൻ. അതിന് ഞാൻ എന്ത് വേണം? 2 ദിവസം കഴിഞ്ഞ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നും വരുമായിരുന്നു, സാറിനെ കാണുമായിരുന്നു. മോക്കറിയാം, സാർ ബിസി ആയതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ജോലിയില്ലാതെ കഷ്ടത്തിലാണ് മുതലാളി. ചുമ്മാ പറഞ്ഞു വിട്ടല്ലോ, അടിയുണ്ടാക്കിയിട്ടില്ലേ? അതെ, അതന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. സൂപ്പർവൈസറെ തല്ലുന്നാടോ കൈപ്പഴ? ഒരു തവണത്തേക്ക്. തനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഡിസിപ്ലിനുള്ള ജോലി. ഒരു കാരണവശാലും തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സാർ മുതലാളി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. 3 തവണ എനിക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്ടറിലെത്തും സാർ. മുതലാളി. ഗുഡ് മോർണിംഗ് ജോബ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോബ് സാർ. താൻ ഗാനമേളയ്ക്ക് വരുന്നോ, ജോലി ചെയ്യാൻ വരുന്നോ? ജോബ് സാറെ, ഞാൻ എന്റെ ജോബ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ജോബ് സാറിന് അറിയാമല്ലോ. മേലിലൂടെ വരുമ്പോൾ താൻ ഈ വയലിലും കൊണ്ടുവരുത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി എഴുതി വെച്ചിട്ടില്ലേ? സാറിന്റെ പേര് ജോബ് എന്നാണേലും ഞങ്ങൾക്ക് ജോബ് എന്ന മുതലാളിയല്ലേ. ജോബ് സമയത്ത് ഞങ്ങളെ ഭരിച്ചാൽ മതി ജോബ് സാറേ. ജോബ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എന്ത് ജോബ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ജോബ് സാറേ. ഗുഡ് മോർണിംഗ് ജോബ് സാർ. കയറി പോടോ. ചോറ്റുപാത്രവും വയലിനും എന്റെ കബോർഡില ഞാൻ വെക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ മുതലാളി. എടാ, ഇനി നീ വയലിൻ വായിക്കുന്ന എനിക്ക് കാണണോടാ എന്ന് പറഞ്ഞ് വലിച്ചൊരേറ്. എന്റെ ചങ്ക് പൊട്ടിപ്പോയി സാർ. മരിച്ചുപോയ എന്റെ അച്ഛനെ വലിച്ചെറിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പോക്രിത്തരല്ലടോ താൻ ഈ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാരും കേക്ക് എന്റെ അച്ഛനെ 10 മണിച്ച് തെറി. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല സാർ. ഇതാണ് മുതലാളി സത്യത്തിൽ നടന്നത്. പിറ്റേ ദിവസം ചെന്നപ്പം ഇൻഡാസ് അടിച്ച് കൈ തന്നു. സസ്പെൻഷൻ. തന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. കിട്ടാൻ വല്ല ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് വാങ്ങിച്ചോണം. അയ്യോ, ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് മുതലാളി. 2 സഹോദരിമാരും, ഒരു അമ്മ, ഒരു മുത്തശ്ശി, ഒരു കുടുംബമാണ് മര്യാദ. കൂടുതൽ സംസാരിക്കണ്ട, തനിക്ക് പോവാം. സർ പ്ലീസ്, സർ പ്ലീസ് ഒന്ന് പറയൂ. മുതലാളി, ഞാൻ പോയി തൂങ്ങിച്ചാവും. എന്നാ പോയി തൂങ്ങിച്ചാ പോ. എങ്കിൽ തൂങ്ങിച്ചാവാ എനിക്ക് മനസ്സില്ല. പിടിച്ചു വിട്ടൊന്നും പോരാ, ഇനി ഞാൻ പോയി തൂങ്ങിച്ചാവണോ? പണം ഉണ്ടെന്ന് എഴുതി വലിയ ആളെന്ന് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണം കുറവായിരിക്കും, പക്ഷെ സ്നേഹമുണ്ട്. വലിയ ബംഗ്ലാവിലെ കണ്ണാടി മുറിക്കാത്തിരുന്നോണ്ട് പാവങ്ങളെ ഗെറ്റൗട്ടടിക്കുന്നവന്റെ കൂടെ ദൈവം. ദൈവത്തിന് പോലും പാവപ്പെട്ടവനെ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ജോലി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ജോലി കിട്ടില്ല, എനിക്ക് കുന്നാണോ? അവനെ തിരിച്ചെടുത്തൂടെ? ശരിയാവില്ലടോ, അത് വലിയ പ്രശ്നമാകും. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അയാളുടെ തലയില. എന്നാ താൻ പോയി പകുതി ഒന്നുകൂടെ കൊടുക്കണോ? എന്താ ഇറക്കി താഴെ വെക്കാൻ പറയടോ. കഷ്ടമാണ് പാവം. മുതലാളി, ഇറങ്ങി പോടോ. അല്ല, ഹലോ വേണുഗോപാൽജി, വയലിൻ എന്തൊരു മൈൻഡിലാണ് പോന്നേ? നമ്മൾ ആരുവാ മൈൻഡിയെ? എന്റെ കാര്യം അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞല്ല. ഞാൻ പറഞ്ഞല്ലോ. പിരിച്ചുവിടാനാണോ പറഞ്ഞത്? അയ്യോ അല്ല. എന്നാ അദ്ദേഹം അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പിരിഞ്ഞു വെക്കാനാ പറഞ്ഞു. വരട്ടെ. ലാൽസല സലാം. വേണു, 1 മിനിറ്റ്. 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡ് നിൽക്കാൻ സമയമില്ല. വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. വഴിയോരം വെയിൽ കായും വനവലരിൻ. വെയിൽ കാഞ്ഞത് മിച്ചാം. നോക്കണേ വൈച്ചറേ എടാ പോണെന്നാ. എടാ, കലാകാരന്റെ ജോലി സൃഷ്ടിയാണ്. അവൻ സൃഷ്ടികർത്താവാണ്. സമൂഹത്തെ അവന്റെ മുമ്പിൽ കൊണ്ടുവരണം. മുതലാളിമാരെ കൊണ്ട് അവന്റെ കാല് പിടിപ്പിക്കണം. വയലിൻ ഗോപാലകൃഷ്ണന്റെ വയലിൻ വായിക്കാൻ അറിയാവുന്ന മകൻ വേണുഗോപാലനാണ് നീ. വിൽക്കണം നിന്റെ സംഗീതത്തെ. വിൽക്കാം. എത്ര കിലോ വേണം സാറിന്? തമാശയല്ലേ വേണു, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. നിന്റെ അച്ഛൻ വലിയ വയലിനിസ്റ്റ് ആയതുകൊണ്ടല്ലേ വയലിൻ ഗോപാലകൃഷ്ണൻ എന്ന പേര് കിട്ടിയത്. ഒരുപാട് പേരെ വയലിൻ വായിച്ച് രസിപ്പിച്ച വലിയ കലാകാരൻ. പക്ഷെ വില പറയാൻ അറിയില്ലായിരുന്നു. നീ വില പറഞ്ഞു വാങ്ങണം. അതൊന്നും വയ്യ എനിക്ക്. സരിഗമേ തുടങ്ങണ്ട, നേരിട്ട് വാതാപി പിടിച്ച് വീഴ്ത്തിട്ടോ. ക്യാപ്സ്യൂൾ മ്യൂസിക്
ഗ്രേറ്റ് മ്യൂസിഷ്യൻ വേണുഗോപാൽ. ഹോട്ടലിൽ വരുന്ന സകല മദാമോരെ സായപ്പന്മാരെ കിണ്ടി കിണ്ടി പെറുക്കിയെടുത്തുകൊണ്ട് നിരത്തി തരാം. എങ്കിൽ ആ ബിസിനസ് ഇവിടെ വെച്ചായിക്കോട്ടെ. നിന്റെ ഓരോ വാതാബിയുടെ കൂടെ എന്റെ ഓരോ പെയിന്റിങ്ങും. അപ്പൊ എന്റെ സോൾ ഓഫ് കേരള 4 ബാദാബി ഒരുമിച്ചെടുക്കുന്നവർക്ക് ഒരു സോൾ ഓഫ് കേരള ഫ്രീ. അയ്യോ, ദൈവം പണക്കാരുടെ കൂടാണെന്ന്. ഏത് ദൈവമാടോ എന്റെയും കാർത്തിരങ്ങളുള്ളത്? മനസ്സ് തുറന്നൊന്ന് വേദനിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. തുറന്നുചിരിക്കുന്ന പൊന്നുമോളെ കള്ളച്ചിരി കാണിച്ച് കളിപ്പിക്കുന്ന അച്ഛനും അമ്മയും. ഞാനും കാർത്തി എന്തൊരു ജാതകമാണോ ഫ്രെഡി? നമ്മുടെ ജാതകം നമുക്ക് തന്നെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലൊക്കെ കാര്യങ്ങൾ നടന്നേനെ. തലയെ വരച്ചിടുന്നത് നമ്മളല്ലല്ലോ. കല്യാണി കാലത്ത് വന്നിരുന്നു, കുറെ കരഞ്ഞു. പാവം, അവക്കെന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ മകനല്ലേ ഉള്ളൂ. അവനിഷ്ടമല്ല, അവനെ കുറ്റം പറയാൻ പറ്റില്ല. രഞ്ജി തുറന്നു പറഞ്ഞത് നന്നായി KMK. അമ്മാവന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പിടിച്ചു കെട്ടിച്ചിരുന്നെങ്കിൽ അതും നിങ്ങൾക്കൊരു തിരാശാപമായേനെ. 2-3 ആലോചനകൾ വന്നിട്ടുണ്ട്. അതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇതിയാന്റെ ഒരുമാതിരി സ്റ്റാറ്റസ് നോക്കിയിട്ടുള്ള ആലോചന ഉണ്ടല്ലോ, അതാദ്യം നിർത്തണം. നമ്മുടെ മോക്കൊരു അസുഖമുണ്ട്. അതറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു പയ്യനെ കണ്ടെത്തണം. അവളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും കാണുമോ? ഫ്രെഡി ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ ഫ്രെഡിയങ്ങളെ, കുറച്ചു നാളൂടെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നോട്ടെ. നടന്നോ, പക്ഷെ കൂടെ നടക്കാനൊരാള് വേണ്ടേ എന്നാണ് ചോദിച്ചത്. അത് നടക്കത്തില്ലല്ലോ. എന്താ? അതെങ്ങനെ? താലി കെട്ടി കതിർ മണ്ഡപത്തിൽ നിന്ന് ഭൂമിയിലോട്ട് കാലെടുത്ത് വെച്ച ഇങ്ങനൊരു പോക്കല്ലയോ അദ്ദേഹം മുമ്പേ. നമ്മൾ പുറകെ പൊക്കോണം ബാലി പോലെ. എനിക്ക് എന്റെ അച്ഛനമ്മയെ വിട്ട് മാറി താമസിക്കാൻ പറ്റില്ല അങ്ങളെ. വേണ്ട, മാറി താമസിക്കണ്ട. സൂട്ടും കോട്ടും ഇട്ട് പറന്ന് നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഭർത്താവിനെ കെട്ടേണ്ടി വന്നാലുള്ള അവസ്ഥ സഹിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ ആയാലോ? വേണ്ടങ്ങളെ, ഡെറ്റോൾ മണക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വക്കീലായിക്കോട്ടെ. അയ്യേ, വവ്വാല് കോട്ടും ഇട്ട് കള്ളം പറഞ്ഞു എന്നെ ഒരു കള്ളിയാക്കും. ഒരു പോലീസ് ഓഫീസർ. അയ്യടാ, എന്നെ തൂക്കിയെടുത്തിട്ട് ഇരിക്കുന്നതായിട്ട് രസിക്കണമായിരിക്കും അല്ലേ? പിന്നെ ഏത് ടൈപ്പാ തന്റെ മനസ്സില്? അങ്ങളെ, അതെ, എനിക്ക് വേണ്ടത് ഒരു ഫ്രണ്ടിനെയാണ്. എന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായിട്ടൊരു ഫ്രണ്ട്. എന്നെ ചിരിപ്പിക്കണം, ഞാൻ പറയുന്ന പോലൊക്കെ നടക്കണം. പിന്നെ എന്താ പറയാ, പറയട്ടെ ഒരു കളിപ്പാട്ടം പോലെ ഒരാള്. കളിപ്പാട്ടം പോലൊരു ഭർത്താവ്? എനിക്ക് പോലാളോട് ചോദിക്കാൻ പറ്റുമോ തനിക്ക് കളിപ്പാട്ടാവാൻ പറ്റുമോ? അയ്യോ, അങ്ങനെയല്ല അങ്കിളെ. നമ്മുടെ വേണുല്ലേ, വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, വയലിൻ വായിക്കുന്ന ആ ഒരു ടൈപ്പ്. വയലിൻ വായിക്കുന്ന ഒരു കളിപ്പാട്ടം, വേണുഗോപാൽ ജി. എന്താ അയാള് മനസ്സിൽ കയറിയോ? അയ്യോ, എന്റെ അങ്കിളെ, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ. അച്ഛനോട് പറയട്ടെ? അയ്യോ, ദേ അങ്കിളെ കണ്ടോ? അങ്കിളിനോട് തുറന്നു പറഞ്ഞു മോക്ക് അയാളെ ഇഷ്ടമാണ്. ആ അപ്പച്ചി, അപ്പച്ചി കുന്തമേ. ഓ, അപ്പച്ചി ശബരിച്ചിട്ടവനെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ലവ് അറ്റ് മിനിമിനി സൈറ്റ്. എന്തു പറ്റി? മോക്ക് പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോന്നൊരു സംശയം. സംശയമാണോ? അല്ല, തോന്നുന്നുണ്ട്. മോളുടെ മനസ്സിന്റെ കിളിവാതിലൊരു തട്ട്. അല്ല, നല്ല മുട്ട് തന്നെയാ. തട്ടുമുട്ടും കേട്ട് തുടങ്ങിയോ? എന്നാ പ്രേമിച്ചോ? ശരിക്കും പ്രേമിച്ചോട്ടെ. ആര്യാ? ഒരു കളിപ്പാട്ടത്തിന്. കളിപ്പാട്ടമോ? മോക്ക് ഒരു കളിപ്പാട്ടത്തിനോട് ഇഷ്ടം തോന്നുന്നു. അത്രേ ഉള്ളൂ. എന്ത് വിലയായാലും അപ്പച്ചി വാങ്ങിച്ചേരാം. അപ്പച്ചി വാക്ക് മാറരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. കാശില്ലാത്തടത്ത് സ്നേഹം കാണും, അതുറപ്പാ. അവന്റെ നോട്ടം കാശിൽ മാത്രമാണെങ്കിൽ മോളെ നോക്കുന്ന എന്താ ഉറപ്പ്? നമുക്കും അവൾക്കും അറിയാവുന്നൊരു പയ്യനാണെങ്കിലോ?
എന്റെ മനസ്സിൽ തോന്നിയതാ. ഈ പെട്ടെന്ന് കയറി നോ എന്നൊന്നും പറഞ്ഞു കളയരുത്. കുടുംബ സ്നേഹമുള്ള ഒരു പയ്യന് നമ്മൾ പറയുന്നിടത്ത് നിൽക്കുകയും ചെയ്യും. ആരാന്ന് പറ. വേണുഗോപാൽ ജി, പാക്കിംഗ് സെക്ഷൻ, വയലിൻ. ഇയാൾ എന്തായി പറയുന്നേ? അവനെന്റെ ഫാക്ടറിയിലെ ജോലിക്കാരനായിരുന്നില്ലേ? അതെ, അതുകൊണ്ട് ഇപ്പൊ അവൻ ജോലിക്കാരനല്ലല്ലോ. എന്റെ പൊന്ന് KMK, ഇപ്പോ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യം മോളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അവളുടെ ആഗ്രഹം ഒരു കളിപ്പാട്ടം. മോൾ എന്നോട് പറഞ്ഞതാ അവൾക്ക് കളിപ്പാട്ടം പോലൊരു ഭർത്താവിനെ വേണമെന്ന്. KMK മേനോന് മോക്ക് വേണ്ടി നല്ല വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഒരു കളിപ്പാട്ടല്ലേ വേണു? അയ്യോ, അവിടെ നമുക്കെന്തോന്ന് പേടി. ഹലോ വേണുഗോപാൽ ജി, വയലിൻ, പാക്കിംഗ് സെക്ഷൻ. പാക്ക് ചെയ്ത് അയച്ചു. വീട്ടിൽ പൊയ്ക്കാളാൻ പറഞ്ഞു. ഇനി മുകളിൽ ആകാശവും താഴെ ഭൂമി ഇടയ്ക്കാനും. എന്ത്? ഞാൻ കാണാൻ വന്നതാ. കണ്ടാ? ആ ഉം. അതെ, മതിയാങ്ങി പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. എന്താ ഇപ്പൊ വീട്ടിൽ വരാത്തെ? എന്താണ് അവിടെ വലിയ വിശേഷം? വിശേഷം അടുത്ത് വന്നാ പറയാം. അയ്യാ, വന്നേച്ചാലും മതി. ദേ, വഴിയോരത്ത് വെയിൽ കായാനും വീട്ടു ജോലിക്കൊക്കെ വേറെ ആളെ നോക്കി വെച്ചേ. നിങ്ങൾക്കൊന്നും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വിഷമം മനസ്സിലാവില്ല. കാശുള്ളതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, തിരിച്ചെടുക്കാം, വയലും വായിക്കാൻ പറയാം, തേയില പച്ചയോടെ പറിച്ചെടുത്ത് ചായ ഉണ്ടാക്കി കളിക്കാം, വേണമെങ്കിൽ കുളിക്കാം, ഇതുപോലെ കാറി വന്ന് നിന്ന് കാറ്റ് കൊള്ളാം. ഞാൻ കാറ്റുകൊള്ളാൻ വന്നല്ല. അല്ലേ? പിന്നെ എന്തിനു വന്നേ? എനിക്ക് സംസാരിക്കണം. ആ, നിന്ന് സംസാരിച്ചാ ഞാൻ പോണു. അയ്യോ പ്ലീസ് പോവല്ലേ. അയ്യോ, എന്നോട് ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടമാണ്. എങ്ങനെ മനസ്സിലായി? മെനക്കെടുത്താ പോച്ചേ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാ മതി, എല്ലാം പോവും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ, നിന്ന് പ്രേമിച്ചോ? കാലി കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ. ഞാൻ പോണു. ഞാൻ പ്രേമിച്ചോട്ടെ? ഓ, പ്രേമിക്കും. ഞാൻ ശരിക്കും പ്രേമിക്കും. പിന്നെന്ത്? പ്രേമിച്ചു കഴിഞ്ഞു. അവൾക്ക് വേണുവിന് ഇഷ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാ. അവൾ എന്നോട് പറഞ്ഞതല്ല. അവളുടെ സംസാരം കേട്ടപ്പോ അവൾക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നി. വേണു നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സോർത്തിട്ട് ഞാൻ പറയല്ല. അവൻ ഏത് തരക്കാരനാണെന്ന്. നല്ല പയ്യനാ. ഞാൻ അന്വേഷിച്ചു. നല്ല കുടുംബവും. അവളുടെ ആഗ്രഹമല്ലേ, നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? അവൾ സന്തോഷായിട്ടിരിക്കണം. ചേച്ചി എന്തു പറയുന്നു? അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ കാർത്തി? ഷൂളവും വയലിന്റെ ശ്രുതിയും കട്ട കട്ട കേൾക്കുന്നുണ്ടോ മുത്തശ്ശി? നീ ഇത് കഴിക്കാത്ത എന്താ? ഞാനത് വിട്ടുപോയി. ഓരോ ദോശ കഴിക്കുമ്പോഴും ഈ വീട്ടിലെ ഓരോ ദോശ കുറയാണല്ലോ എന്നാ മനസ്സില്. എല്ലാ വിഷമങ്ങളും മാറും മോനെ. നീ നോക്കിക്കോ, നിനക്കിപ്പോ രാജയോഗമാ. ഓ, പിന്നെന്ത് വേണം? നീചഭംഗ രാജയോഗം. രാജയോഗം പോലും. രാജയോഗത്തിലെ രാജാവിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പ്രജകളുടെയൊക്കെ ഗതി എന്തായിരിക്കുമോ എന്തോ. പറഞ്ഞു നാക്കെടുത്തില്ല, അതാ പ്രജകളെത്തി. രാജാവ് എല്ലാം ശരിയാക്കി തരുന്നതായിരിക്കും. തൽക്കാലം ഇരുന്നോ. അളിയാ പോണ്ടേ? വാ. അളിയാന്ന? രാജാവിനാണ് അളിയാന്ന് വിളിക്കുന്നത്? രാജാവോ? എവിടുത്തെ രാജാവ്? എന്ന് മുതല്? മുത്തശ്ശി പറഞ്ഞല്ലോ ഞാൻ രാജാവാണെന്ന്. എനിക്കിപ്പോ രാജയോഗമാണെന്ന്. അങ്ങനെ പറഞ്ഞോ മുത്തശ്ശി? കഷ്ടമുണ്ട് കേട്ടോ. കൊച്ചുമോനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആശ കൊടുക്കരുത് കേട്ടോ. നീ പോടാ അവിടുന്ന്. അപ്പോഴേ രാജാവേ, വേഗം കൊട്ടാരത്തിന് വെളിയിലോട്ട് ഇറങ്ങ. അവിടുന്ന് ഇവിടുന്ന് സായിപ്പന്മാരെ പെറുക്കിയെടുത്ത് നിരത്തി ഇരുത്തിയിരിക്കുക. ഇനിയും വൈകിയാലേ അവർ ഇംഗ്ലീഷ് ബഹളം ഉണ്ടാക്കും. ഞാനത് കഴിച്ചു തീർക്കട്ടെ. ഞാൻ സഹായിക്കാം. ഹലോ ബ്രദേഴ്സ്, സോൾ ഓഫ് കേരള 50 rupees, 100 rupees, സോൾ ഓഫ് കേരള. ഇങ്ങോട്ട് മാറണോ? ഓഹോ, ഇവിടെ വന്നിരിക്കുന്ന മുതലാളി വിളിക്കുന്നു. എന്തിന്? വിശദ വിവരം എനിക്ക് അറിഞ്ഞൂടാ. എവിടെ ഉണ്ടെങ്കിലും പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പിടിച്ചോണ്ട് വരാൻ? അതെ. അത് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ജോലിക്ക് തിരിച്ചെടുക്കാനായിരിക്കും അളിയാ. പിന്നെ ജോലിക്ക് തിരിച്ചു വിളിക്കുന്ന ഇങ്ങനല്ലേ? കുരുക്കമല്ലാണോ? ഞാൻ 5 ദിവസം അവിടെ കയറി ഇറങ്ങി നടന്ന. നീ അവിടുന്ന് തൊല്ലടിച്ച് മാറ്റിയ. ഏതായാലും ഒന്ന് പോയിട്ട് വാ, അദ്ദേഹം വിളിച്ചതല്ലേ. വരണം. അവിടെ മുതലാളി വെയിറ്റ് ചെയ്യാ.
ഞാൻ പോയിട്ട് വരട്ടെ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? അങ്ങനെ എല്ലാരും കൂടെ വരാൻ അവിടെ സദ്യ ഒന്നും ഒരുക്കിയിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്ക് വന്നാ മതി. ഞാൻ വരാൻ താമസിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം. വീട്ടിലൊന്നും പറയണ്ട. ഇയാളൊന്ന് വരണോന്ന്. വരികയല്ലേ? വരൂ. എന്താ പ്രോബ്ലം? പോടാ.